ഈ പുസ്തകത്തിന്റെ വിശേഷത വളരെ ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഇവിടെ ഓർപ്പിച്ചല്ലോ, ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ 66 പുസ്തകം ഞാൻ എപ്പോഴും പറയും 1600 കൊല്ലം കൊണ്ട് ഏതാണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് ഈ സത്യവേദ പുസ്തകം. അത് 2 ഭാഗങ്ങളായിട്ടാണ്. ആദ്യത്തെ ഭാഗം പഴയ നിയമം 39 പുസ്തകങ്ങൾ. രണ്ടാം ഭാഗമാണ് പുതിയ നിയമം, അത് 27 പുസ്തകങ്ങൾ. ആ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ 32 എഴുത്തുകാരാണ് എഴുതിയത്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 എഴുത്തുകാരാണ് എഴുതിയത്. അങ്ങനെ 32 8 40 പേര്. ആ ഭാഗത്തേക്കെല്ലാം പോകുന്നില്ല. നമ്മൾ ഇന്ന് രാത്രി ആദ്യത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ആദ്യത്തെ ഒരു 5 പുസ്തകം പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ എഴുതിയതാണ്. വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകം. ഇപ്പൊ ഈ പറയുന്ന കാര്യമെല്ലാം നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചിലർക്കൊരു ചിന്തയില്ലാതില്ല. അല്ല, നിങ്ങൾക്കറിയാമെങ്കിലും അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, സമീപ സ്ഥലത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിനാണ്. അവരറിയാനാണല്ലോ നമ്മൾ ഈ യോഗം ക്രമീകരിച്ച്. നമ്മൾ അറിയേണ്ടതെല്ലാം സഭയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ, എന്നിട്ടും ശരിയാകുന്നില്ലല്ലോ. അപ്പം ഇത് മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് രാത്രി വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി. അപ്പൊ ശ്രദ്ധിക്കുക. ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പം കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. അപ്പൊ ആദ്യത്തെ പുസ്തകം ഈ ഉൽപ്പത്തി പുസ്തകം 5 പുസ്തകങ്ങളാണ്. ആദ്യത്തെ പഞ്ചഗ്രന്ഥം, മോശയുടെ പഞ്ചഗ്രന്ഥം. 1 ഉൽപ്പത്തി പുസ്തകം, 2 പുറപ്പാട് പുസ്തകം, 3 ലേവ്യ പുസ്തകം, 4 സംഖ്യ പുസ്തകം, 5 ആവർത്തന പുസ്തകം. 5 പുസ്തകം. ഇങ്ങനെ ഒരു പാട്ടിന്റെ വരിയുണ്ട് ഈ പുസ്തകത്തെ പറ്റി. എല്ലായിടത്തും ഞാൻ പാടുന്നതാ, ഒന്നുകൂടെ അതിന് വായിക്കണ്ട. ആ വരി ഇങ്ങനെ: വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവേ ഉണ്ട 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. അപ്പൊ ആദ്യത്തെ 5 പുസ്തകം ഓടിച്ചൊന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകം അതിന് സകലത്തിന്റെ ഉൽപ്പത്തിയാ, സകലത്തിന്റെയും ഉൽപ്പത്തി. പുറപ്പാട് പുസ്തകം ദൈവജനത്തിന്റെ പുറപ്പാടാണ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തി. ഈ പുസ്തകത്തിന് ഉൽപ്പത്തി എന്ന് പേര് വരാൻ കാരണം അതിൽ തന്നെ ഉണ്ട്. അതിലെഴുതിയേക്കുന്ന ഉൽപ്പത്തി ഉൽപ്പത്തി വിവരം 2-4 മേ വായിച്ചേ. ഞാൻ പറയുമ്പം എടുത്തെടുത്ത് ചടികടാന്ന് വായിച്ചോണം. പാസ്റ്റർമാരെടുത്തെങ്കിലും വായിക്കാം, അമ്മ താമസിക്കുകയാണെങ്കിൽ. അതാ അതിൻ്റെ കറക്റ്റ്. മൈക്ക് കൊണ്ടൊന്ന് വായിപ്പിച്ചോട്ടെ, മൈക്ക് കൂടെ വായിപ്പി.
യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. അപ്പൊ ആരാ സൃഷ്ടിച്ചത്? ദൈവം. ദൈവം. അല്ലാതെ ഓരോ ഏരിയ ഓരോരുത്തരെ ഏൽപ്പിച്ചില്ല. കുഞ്ഞുഞ്ഞു അവിടെ സൃഷ്ടിച്ചോണം, തങ്കച്ചൻ വന്ന് കൊല്ലം ജില്ല സൃഷ്ടിച്ചോണം, വേഗൂട്ടി നോർത്ത് ഇന്ത്യ സൃഷ്ടിച്ചോണം, സുകുമാരൻ ചെന്ന് തിരുവനന്തപുരം ജില്ലയെ അങ്ങ് സൃഷ്ടിച്ചോണം. അങ്ങനൊന്നും അല്ല, ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. പാകിസ്ഥാൻ അബ്ദുള്ള സൃഷ്ടിച്ചോണം, ഇന്ത്യ നാരായണൻ സൃഷ്ടിച്ചോണം, കേരളം അബ്ദുള്ളയും റഹ്മാനും നാരായണനും കൂടെ ചേർന്ന് പീലിപ്പോച്ചനെയും കൂടെ കൂട്ടിക്കും. പിന്നെ കാനഡ സായിപ്പ് സൃഷ്ടിച്ചോളും. അങ്ങനൊന്നുമല്ല, ഇത് മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളെ, അണ്ടകടാകത്ത്, ബ്രഹ്മാണ്ട ഗോടിടാണ്ടങ്ങളെ, നക്ഷത്ര പങ്ക്തികൾ, ഇതിൽ മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാണ്. കോടിക്കണക്കിന് ആ നക്ഷത്രം വാരി വെതറി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, വാരി വെതറിയിരിക്കുക, കൂട്ടിമുട്ടുന്നില്ല, എല്ലാം കൃത്യത്തിന് കറങ്ങുക. എന്തോ സൃഷ്ടിയുടെ വൈഭവം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകല ഭൂചര കേചര വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതാണ്. പണ്ട് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ട്, നക്ഷത്രപന്തികളും ഇന്ദു പ്രകാശവും ഒളിക്കും. ഇവിടെ പേര് പറഞ്ഞപ്പോൾ എല്ലാം അങ്ങനെ അല്ലേ? ഇവിടെ പേര് പറഞ്ഞല്ലേ പലരുടെ പാസ്റ്റർമാരുടെ പേര്. ഓ, എല്ലാം നല്ല പേരുകളാണ്. പേര് കേട്ടപ്പോൾ എനിക്കും പിടികിട്ടി. അപ്പൊ അന്ന് നാമം ജപിക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലിയിട്ടില്ലേ? ഇല്ലേ? ഒന്ന് ചൊല്ലിക്കേ. മറന്നുപോയി. തന്നെയല്ലേ ഇപ്പൊ ചൊല്ലണം. നിങ്ങൾ പറയും അതൊക്കെ ബന്ധനങ്ങളാന്നാ പറയുന്നത്. ഒരു ബന്ധനവും ഇല്ല. അത് ചൊല്ലിയത് കൊണ്ട് ബന്ധനമല്ല, അതുപോലെ ആ രീതിയിലുള്ളതല്ല. ഞാനെല്ലാം വിവരിക്കാൻ നേരമില്ല. എടാ, ദാനിയേലിനെ അവരുടെ വിദ്യ മുഴുവൻ പഠിപ്പിച്ചു, പക്ഷെ വിദ്യയൊന്നും അകത്ത് കയറിയില്ല. കൽദയരുടെ ഭാഷയും വിദ്യയല്ല, പിന്നെ പഠിക്കാതെ ഒക്കത്തില്ല അവിടെ. പക്ഷേ ആ വിദ്യയൊന്നും ദാനിയേൽ ഇറക്കിയില്ല. അതാ ദാനിയേലിന്റെ വിശേഷം. നമ്മള് ചില വിദ്യയൊക്കെ ഇറക്കാറുണ്ട്. അപ്പൊ അന്ന് ചൊല്ലിയിട്ടുണ്ട്, നക്ഷത്രപന്തികളും ഇന്ദു പ്രകാശവും ഒളിക്കും ദിവാകരനുദിച്ചങ്ങുയർന്നളവിൽ പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടിമ. അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന നക്ഷത്ര പങ്ക്തികള്, കോടിക്കോടി നക്ഷത്രങ്ങൾ, 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിട്ടുള്ള നക്ഷത്രം എന്തുവാ വെച്ചാൽ കുപ്പിയായിട്ട് അവിടെ കിടന്ന് കറങ്ങുന്ന, അവിടെ അങ്ങനെ വന്നിരിക്കുവോ? മതി, അവിടെ ഇരിക്കേ. എനിക്കാണെങ്കിൽ വലിയ അസ്വസ്ഥതയായി. യോഗത്തിനിടെ ഇങ്ങനെയൊക്കെ ഞാനങ്ങ് പറയും, അതാ പറഞ്ഞേ അയക്ക് വിവരമില്ലെന്ന്. ഞാനാണ് ഇത് കാണുകയും ചെയ്യും. അതാ അതിലൊക്കെ കുഴപ്പം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും ഈ ബ്രഹ്മാണ്ട കോടിടാണ്ടങ്ങളെയെല്ലാം നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ സർവശക്തനായ ദൈവമാണ്. ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ്. ഒന്നുകൂടെ 4-ാം വാക്യം വായിച്ചേ മോളെ. 4-ാം വാക്യം വായിരേ. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. അതുകൊണ്ടായി പുസ്തകത്തിന് ഉൽപ്പത്തി എന്ന് കൊടുത്തേക്കുന്നേ. ഉൽപ്പത്തി വിവരം. പിന്നെ ഞാൻ എൻ്റെ ഭാഷയിൽ പറയും, ഇത് വായിച്ചാലേ വിവരം ഉണ്ടാകും. ഇത് വായിച്ച എത്ര വിവരം കെട്ടവനും ഇതൊന്ന് വായിച്ചേ അവന് വിവരം ഉണ്ടാകും. നിനക്ക് വിവരം ഉണ്ടാക്കി തരുന്ന പുസ്തകമായി സത്യവേദ പുസ്തകം. അതെന്താ? അത് പറയാം. ഒരു കാലത്ത് നമ്മുടെ ഈ നാട്ടിൽ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മിക്ക ഇടങ്ങളിലും, വിശേഷിച്ച് നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഇവിടുത്തെ കാര്യം പറയാം, എല്ലാവർക്കും ഒന്നും വലിയ വിവരമില്ലായിരുന്നു. വിവരമില്ല. അതിനാ പറയാം. ഈ പുസ്തകം ഇവിടെ വരുന്നതിന് മുമ്പ് ഈ കേരളത്തിൽ അയിത്തം ഉണ്ടായിരുന്നു. അയിത്തം ഇപ്പോഴും ഇച്ചിരിയൊക്കെ ഉണ്ട്.
അയിത്തം എന്നാ വന്നേ? വിവരമില്ലാഞ്ഞിട്ടാ. ചില വീടുകളിൽ കൊടുക്കുകയോ എടുക്കുകയില്ല. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പറയാം, അമ്മമാർക്ക് സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാനൊക്കത്തില്ല, വഴിയിൽ കൂടെ മനുഷ്യർക്ക് എല്ലാവർക്കും നടക്കാനൊക്കത്തില്ല. അയിത്തം. മേലാളന്മാർ നടക്കുന്ന വഴിയിൽ കൂടെ കീഴാള ജനത നടക്കാനൊക്കത്തില്ല. അയിത്തമാ. ഇത്രയടി ദൂരം നടക്കണം. അവര് പൂടലിട്ട ആൾക്കാരൊക്കെ വലിയ വലിയ പുള്ളിക്കാർ വരുമ്പോൾ നായർ ഇത്രയടി, ഈഴവർ ഇത്രയടി, പുലയർ ഇത്രയടി, സാമ്പവർ ഇത്രയടി, മറ്റു ജാതി കീഴ് ജാതിയെല്ലാം ഇത്രയടി ദൂരം നിൽക്കണം, ഇല്ലേ വേറെ അടി. വിവരമില്ലാഞ്ഞിട്ടാ. അതെ, ഇതുപോലെ വെള്ളത്തുണിയൊന്നും ധരിച്ച് സാധുക്കളായ ആൾക്കാർക്ക് നടക്കാനൊക്കത്തില്ല. വെള്ളത്തുണി എന്തിനാ എല്ലാവരുടെയും കാര്യം പറഞ്ഞത്? ഞാൻ എപ്പോഴും പറയും, എൻ്റെ വല്യപ്പൻ, അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ ഇതുപോലെ വെള്ളത്തുണി എടുത്തുകൊണ്ട് നടക്കാനൊക്കെയില്ല, നടത്തുകയില്ലായിരുന്നു. അതിൻ്റെ എല്ലാം കേട് തീർത്താ ഞാനിപ്പോൾ ഇത് ഒത്തിരി കൊടുക്കുന്നത്. ഇന്നാൾ വരെ ചോദിച്ചാൽ എന്തിനാ ഇതിടുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ എല്ലാം കേട് തീർക്കാം, ഇതെല്ലാം കൂടെ ഒരു 5-8-10 മീറ്റർ ഉണ്ട്. ഇപ്പം മനസ്സിലായോ? അല്ല, നിങ്ങൾക്കും ചിലർക്ക് സംശയം മതി, എന്തിനാ ഇതിടുന്നത്, ഇതിനാ ഇടുന്നത്. പിന്നെ വേറെ ഇച്ചിരി കാര്യമുണ്ടത് ഞാൻ ഇടയ്ക്ക് കാണിക്കാം. ചിലക്ക് തലയെ തുണിയിടുന്ന എങ്ങനെയാണെന്ന് അറിയാൻ മേല. പിന്നെ അതൊക്കെ കാണിച്ചിങ്ങനെ കൊടുക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് അതിൻ്റെ പരുവം പോലെ ഞാൻ കാണിക്കാം. അപ്പം ഒരു കാലത്ത് ഈ റോഡിൽ കൂടെ ഒന്നും നമ്മുടെ പിതാക്കന്മാർക്ക് വെള്ളവസ്ത്രം ധരിച്ച് നടക്കാൻ ഒക്കത്തില്ല. അതുപോലെ വിവരക്കേടായിരുന്നു. പട്ടിക്കും പന്നിക്കുമെല്ലാം പെരുവഴി കൂടെ നടക്കാൻ മനുഷ്യന് നടക്കാൻ മേല. അയിത്തം. എന്തിനേറെ പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല സാധുവർഗക്കാരെ. പള്ളിക്കൂടത്തില് അതൊക്കെ അവർ വലിയ പുള്ളിക്കാർ പഠിച്ചോളും. അവർക്ക് ആ പള്ളിക്കൂടം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പാവപ്പെട്ടവനെ പള്ളിക്കൂടത്തിൽ കയറ്റി എന്നെ സങ്കടപ്പെട്ടിരിക്കുന്നേ, ഉള്ള കാര്യമായി പറയാൻ ഉള്ളതാ. സ്കൂളിൽ കയറ്റുകയല്ല. ഈ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാരൂരിനടുത്ത് ഒരു പെൺകുട്ടിയെ പള്ളിക്കൂടത്തിലെത്തി. 100 കൊല്ലം മുമ്പാ പള്ളിക്കൂടം കത്തിച്ചു. ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി എന്നാ. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പള്ളിക്കൂടത്തിൽ ഇരുത്തുകയല്ല. സാധുക്കൾക്ക് സ്കൂളിൽ കയറാനൊക്കത്തില്ല, വിദ്യ അഭ്യസിക്കരുതെന്ന. സമാന സംഭവം നടന്നത് കുമ്പനാടിനടുത്താ, പൂവത്തൂര് പുല്ലാട്. ഒരു പയ്യനെ കൊണ്ട് സ്കൂളിലിരുത്തി. അന്നും സ്കൂള് കത്തിച്ചു. എന്താ? വിവരമില്ലാഞ്ഞിട്ടാ. അവയവങ്ങൾക്ക് കരം കൊടുക്കണം. അവയവങ്ങൾക്ക് ഒരമ്മയ്ക്ക് കരം കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് അവയവം ചെത്തി പിടിച്ചോളാൻ പറഞ്ഞു. സ്ത്രീകൾക്ക് ആഭരണം ധരിക്കാൻ ഒക്കത്തില്ല. അഥവാ ആഭരണം ധരിക്കാൻ പൂതികളൊക്കെ ഉണ്ടായാൽ ഈ കല്ലുകൊണ്ട് മാല, കല്ലുമാല, അതാ കല്ലുമാല സമരമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ചരിത്രം. കല്ലുമാല, സ്തോത്രം. ഇതൊക്കെ വിവരമില്ലാഞ്ഞത് കൊണ്ടാണ്. ആശാൻ ഒരു വരി എഴുതിയല്ലോ, അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരം അറിയത്തില്ല. അക്ഷരം അറിയാത്തത് കൊണ്ട് യക്ഷി, പേയ ഇതെല്ലാം ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ വിവരമില്ലാതിരുന്നൊരു കാലം. മാത്രമല്ലോ അടിമക്കമ്പോളങ്ങൾ, അടിമക്കമ്പോളമുണ്ട്. അടിമകളെ കൊണ്ടുവന്ന് വിൽക്കും. അപ്പനും അമ്മയും 2 മക്കളുമായിരിക്കും അടിമകള്. അവരുടെ മുതലാളി അടിമക്കമ്പോളത്തിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ ഓരോരുത്തർ വന്ന് ഇവരെ വിലയ്ക്ക് വാങ്ങും. ചിലർക്ക് ചിലപ്പോൾ സ്ത്രീയെ ഇഷ്ടപ്പെടും, സ്ത്രീയെ വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോകും. പിള്ളേരെ അപ്പനെ അവിടെ നിർത്തും, മിണ്ടാനൊക്കത്തില്ല. ചിലർക്ക് അപ്പനെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ആരോഗ്യമുള്ളത് കൊണ്ട് പുള്ളിയെ മേടിച്ചുകൊണ്ട് പോകും. തള്ളയും പിള്ളേരും അവിടെ നോക്കി നിൽക്കുക, അനങ്ങാനൊക്കത്തില്ല. അടിമക്കമ്പോളങ്ങൾ. ചിലയിടങ്ങളിൽ പിള്ളേര് പ്രായമാന്നേ അവരെ കൊണ്ടുപോകും, അപ്പനും അമ്മയ്ക്കും പ്രായമാന്നേ അവരെ മേടിക്കുകയില്ല. അടിമച്ചന്തകൾ. മല്ലപ്പള്ളിക്കടുത്ത് ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ ആ സ്ഥലമൊക്കെ പേര് മാറ്റി വെട്ടുകണ്ടം. വെട്ടുകണ്ടം. ഇഷ്ടപ്പെടാത്തവരെ അവിടെ കൊണ്ട് വെട്ടിക്കൊല്ലും. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ആശാൻ ഒരിക്കൽ എഴുതിയ വരികൾ നിങ്ങൾക്കറിയാം. തോന്നയ്ക്കല് എൻ കുമാരനാശാൻ. ആശയം കൊണ്ട് അമ്മാനമാടിയ ആളാ എൻ കുമാരനാശാൻ, മഹാകവി. അദ്ദേഹം എഴുതിയൊരു വരിയുണ്ട്, മറ്റുള്ളവർക്കായി ഉടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റും ഈ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ.
അവർ നടന്നു വരുമ്പോൾ കണ്ണും വെട്ടത്ത് പോലും കാണരുത്. അപ്പോൾ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുകയല്ല, കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയല്ല, അയിത്തമാണ്. തൊടരുത്. ഇപ്പോഴും അങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന ആൾക്കാരുണ്ട്. തൊടരുത്, കയറരുത്, കേറ്റുകയല്ല. എന്നാ നിങ്ങളല്ലേ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുന്നേ? ഉള്ള കാര്യമായി പറയാൻ ഉള്ളതാ. ഇങ്ങനെ വല്ലാത്ത ഒരു കാലമുണ്ട്, വിവരമില്ലാഞ്ഞ കാലം. അതുകൊണ്ടാണല്ലോ വിളിച്ചു പറഞ്ഞത് പ്രാന്താലയമാണ്. പ്രാന്താലയം. അപ്പൊ ഇങ്ങനെയുള്ള ഈ സ്ഥിതിഗതികൾക്കെല്ലാം വിവരിക്കാൻ നേരമില്ല. ഇതിനെ മാറ്റം വന്നത് ഈ പുസ്തകം വന്നത് കൊണ്ടാണ്. അത് പറയാനാ ഇത്ര പറഞ്ഞേ. ഈ പുസ്തകം വന്നതാ. അക്ഷരം പഠിപ്പിച്ച്, എഴുതാനും വായിക്കാനും പഠിപ്പിച്ച് പുസ്തകം വായിപ്പിച്ചു. പുസ്തകം പഠിച്ചപ്പോൾ, ഇത് വായിച്ചപ്പോൾ മനസ്സിലായി ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം വിവരക്കേടാ, ഇത് തെറ്റാണ്, ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലായി. അന്നേരം വിവരം ഉണ്ടായി. എന്തിനാ പുറകോട്ട് ഒത്തിരി പോകുന്നത്? നമുക്ക് വിവരം ഉണ്ടായത് ഇത് വായിച്ചപ്പോഴല്ലേ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്നെ പറ്റി ഒത്തിരി ആക്ഷേപം ഉള്ളതിൽ ഒരാക്ഷേപമായക്ക് വിവരമില്ലെന്നാ. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എന്തേലും ഒരു ഇച്ചിരി വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ പുസ്തകം എടുത്തത് കൊണ്ടാണ്, ഇത് വായിച്ചത് കൊണ്ട്. ഇതോടില്ലായിരുന്നേ. അപ്പൊ ഉൽപ്പത്തി വിവരം, അതാ ഉൽപ്പത്തി വിവരം വെപ്പിക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. നിനക്ക് പഠിക്കാൻ ഒത്തില്ല, സ്കൂളിൽ പോകാൻ പറ്റിയില്ല, സാഹചര്യം കൊണ്ടായിരിക്കും. അയ്യോ എനിക്ക് എടുത്ത് വായന അറിയാൻ മേലെ, പഠിത്തമൊന്നുമില്ല, ഭാരപ്പെടണ്ട. ഈ പുസ്തകം വായിച്ചു പഠിച്ചാൽ മതി. നിന്നെ വെല്ലാൻ ലോകത്തിലാരും കാണുകയില്ല. അതാ ഈ സത്യവേദ പുസ്തകത്തിന്റെ വിശേഷത. ഓടിച്ചു പോകാം. അങ്ങനെയുള്ള ഈ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഞാൻ പറഞ്ഞല്ലോ സകലത്തിന്റെ ഉൽപ്പത്തി. രണ്ടാമത്തെ പുസ്തകം പുറപ്പാട് പുസ്തകമാണ്, ദൈവജനത്തിന്റെ പുറപ്പാട്. മൂന്നാമത്തെ പുസ്തകം ലേവിയ പുസ്തകമാണ്, പുറപ്പെട്ട ജനത്തിന്റെ ആരാധനകളുടെ ക്രമം. നാലാമത്തെ പുസ്തകം സംഖ്യാ പുസ്തകമാണ്, ഇങ്ങനെ ആരാധിക്കുന്നവരെ ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. ആവർത്തന പുസ്തകം, ആ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇങ്ങനെ ആദ്യത്തെ 5 പുസ്തകം. എല്ലാം വിവരിക്കുന്നില്ല. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്നാണെന്നറിയാമോ? മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ഒന്നുകൂടെ ആവർത്തിക്കാം. 66 പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഈ 66 പുസ്തകത്തിലെ പ്രധാന പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ശ്രേഷ്ഠനായ പുരുഷൻ, കാണാൻ കൊള്ളാവുന്ന പുരുഷൻ, ഉത്തമ പുരുഷൻ. പണ്ട് 24 വൃത്തമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, എഴുത്തച്ഛൻ എഴുതിയതാ. അതിനകത്ത് ഉത്തമ പുരാണ പുരുഷൻ എന്നാ. ഉത്തമ പുരാണ പുരുഷന്റെ ചരിതാനാം ഉത്തമ പിതാതിലേക്ക് നായക ചരിത്രം ഭക്തിയോട് ചൊല്ലുവത് നിന്ന് പദമേക മുക്തികൾ വരുത്തുക നമുക്ക്, അങ്ങനെ ചൊല്ലിയത്. അപ്പൊ ഉത്തമ പുരാണ പുരുഷൻ, സാക്ഷാൽ പുരുഷൻ, യോഗ്യനായ പുരുഷൻ, ശ്രേഷ്ഠ പുരുഷൻ, നസറായനാകുന്ന യേശു ക്രിസ്തു. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട്, വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ വെള്ളോട്ടുല തന്നെ കാച്ചി പഠിപ്പിച്ച് വെള്ളക്കുതിര പൂറ തേറി വരുന്ന പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. അപ്പൊ സാക്ഷാൽ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാന
പ്രധാന വ്യക്തി നസ്രായനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, ഒരു മതത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു സംഘടനയുടെ, ഒരു സഭക്കാരുടെ ആളല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ആൾക്കാരെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് വച്ചിരിക്കുക. അത് തുടക്കത്തിലെ അങ്ങനെ ഒപ്പിച്ച് വെച്ചത് കൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ദൈവമാ യേശു. വിവരക്കേട് വിളിച്ച് പറയത് യേശു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ സ്വീകരിക്കാം. ഏത് വ്യക്തിക്കും, മനസ്സിലായോ? ഏത് വ്യക്തിക്കും യേശുവിനെ സ്വീകരിക്കാം. ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം. അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, മറ്റവരിങ്ങോട്ട് വരട്ടെ, ഇവരെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ, മറ്റവൻ വന്നാൽ ഞാൻ കാണുകയില്ല, മറിയാമ്മ വന്നാട്ടെ, തുളസി പോയാട്ടെ, അങ്ങനൊന്നുമില്ല. മനസ്സിലാകുന്നില്ല? മനസ്സിലാകുന്നില്ലേ? ചാക്കോച്ചനും പെണ്ണമ്മയും വന്നാട്ടെ, മറ്റവരങ്ങ് പോയാട്ടെ, അങ്ങനൊന്നുമില്ല. ആർക്കും വരാം യേശുവിൻ്റെ അടുക്കൽ. ഈ കൊച്ചു പെങ്കൊച്ചിനും വരാം, പ്രായമുള്ള പെങ്കൊച്ചിനും വരാം, അമ്മയ്ക്കും വരാം, അപ്പച്ചനും വരാം. ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും യേശുവിൻ്റെ അടുക്ക വരാം. അതിന് പ്രായത്തിന് പരിധിയൊന്നുമില്ല. 12 വയസ്സുള്ള പെങ്കൊച്ച് വരരുത്, 20 വയസ്സുള്ള ആൾ വാ, 35 പോ, ഒന്നുമില്ല. ആർക്കും വരാം, ഏത് ദിവസവും വരാം. അല്ലാതെ യേശു തിങ്കളാഴ്ച മാത്രമേ ദർശനം കൊടുക്കുകയുള്ളൂ, ചൊവ്വ വന്നാൽ കാണുകയില്ല. അല്ലല്ല, തിങ്കളും ചൊവ്വായും ബുധനും എപ്പോൾ വേണേലും വരാം, ഏത് സമയത്തും വരാം. ഏത് സമയത്തും രാത്രി 11 മണിക്കും വരാം. അയ്യോ എന്ത് ചെയ്യാ യേശു? പുള്ളി ഉറങ്ങുക, ശല്യപ്പെടുത്തരുത്, രാവിലെ ഓണത്തും. അല്ലല്ല, അവിടുന്ന് ഉറങ്ങുന്നില്ലല്ലോ. അങ്ങനല്ലേ പുസ്തകത്തിൽ? ഇസ്രായേലിന്റെ പരിപാലകൻ, ഇസ്രായേലിൻ കാവൽക്കാരൻ, നിദ്രാഭാരം തൂങ്ങുന്നില്ല ഇസ്രായേലിൻ. മോനെ മൈക്കെടുത്ത് പാട്, അറിയാവുന്ന പാട്ട് പാടും. മതി 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 മതി. തൂങ്ങിക്കൊണ്ടാ പാടുന്ന. ഇത്രയിലും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്ക വരാം, ഏത് ദിവസവും വരാം, ഏത് സമയത്തും വരാം. അതാണ് യേശു. ഒന്നുകൂടെ ഊന്നി പറയാം, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, കത്തോലിക്കരുടെ മാത്രം ദൈവമല്ല യേശു. യാക്കോബ, മാർത്തോമ, ഓർത്തഡോക്സ്, റീത്തുകാര്, അങ്ങനെയുള്ളല്ലോ പല വകുപ്പുകളുണ്ട്. ഇവാഞ്ചലിക്കല്, സാൽവേഷൻ ആർമി, CMS, CSI, ആംഗ്ലിക്കന്, പിന്നെ പെന്തിക്കോസ്, ബ്രദറ്, ഒത്തിരി ഉണ്ട്. ഇവരുടെ ആരുടെയും മാത്രമല്ല യേശു. ഒരു സഭക്കാരുടെ ആളല്ല യേശു. പെന്തിക്കോസിലും പല വകുപ്പുണ്ട്. അസംബ്ലീസ് കോഡ്, ചർച്ച് ഓഫ് ഗോഡ്, IPC, ഷാരോന്, ഓരോരുത്തർ പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തമാണ്. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, ഒരു മതത്തിന്റെ, ഒരു സംഘടനയുടെ, ഒരു സമൂഹത്തിന്റെ മാത്രം ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ സ്വീകരിക്കാം, ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം, ഏത് വ്യക്തിക്കും യേശുവിനെ ആരാധിക്കാം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഏത് സമയത്തും വരാം. ചിങ്ങമാസത്തിൽ വന്നാൽ യേശുവിനെ കാണാൻ, കന്നി വന്നാലും കന്നിമാസം കൊള്ളുകയല്ല, കാണാൻ കൊള്ളാത്ത, അറിയാമല്ലോ. അല്ലല്ല, കന്നി വന്ന് നിനക്ക് കന്നിയില്ല സമയം നമുക്ക് വാ. ചിങ്ങത്തിലും വരാം, കന്നിയിലും വരാം, തുലാമാസത്തിലും വരാം, വൃശ്ചികത്തിലും വരാം, ധനുവിലും വരാം, കുംഭത്തിലും, മീനത്തിലും, മേടത്തിലും, ഇടവത്തിലും, മിഥുനത്തിലും, കർക്കടകത്തിലും, ഏത് മാസവും യേശുവിൻ്റെ അടുക്ക വരാമെന്ന്. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിലെ പ്രമേയം എന്താന്ന് വെച്ചാൽ മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ അവൻ എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത ഏതാ? ഇത് സുവിശേഷമാ. സുവിശേഷം ഓടിച്ചൊന്ന് 2 കാര്യം പറയാം. എന്തുവാ ഈ സുവിശേഷം?
സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റമല്ല, സ്ഥലം മാറ്റവുമല്ല, സഭമാറ്റവുമല്ല, സംഘടന മാറുന്നതല്ല. ഓടിച്ചു പറയാം, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു, അതാ സുവിശേഷം. ഓടിച്ചു പോകാൻ, എടുത്ത് വായിപ്പിക്കാൻ നേരമില്ല. എന്തിനാ സുവിശേഷം? ഞാൻ ഓർപ്പിച്ചല്ലോ, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? 49-ാം സങ്കീർത്തനം, സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കാൻ പറ്റാവുന്നതാണ് സുവിശേഷം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതും സുവിശേഷമാണ്. മറ്റു കാര്യമൊന്നും എല്ലാവരും പറയാനും ഒക്കത്തില്ല, എല്ലാവർക്കും കേൾക്കാനും ഒക്കുകയില്ല. പക്ഷേ സുവിശേഷം ആർക്കും കേൾക്കാം, ഏത് വ്യക്തിക്കും കേൾക്കാം. കേട്ടാലുള്ള ഗുണം എന്നാണെന്നറിയാമോ? 1-2 കാര്യം പറഞ്ഞാൽ ഭാഗം വിടാം, എല്ലാം പറയാൻ നേരമില്ല. മോളെ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് പെട്ടെന്നൊന്ന് വായിച്ച്. സുവിശേഷം യേശുക്രിസ്തുവാ. ആ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ സംഭവിച്ച ചില കാര്യം എന്ന് പറഞ്ഞാൽ, സുവിശേഷം ലോകത്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ച കാര്യമാ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത്. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് അന്ന് ആ പ്രദേശത്ത് വായി എന്നെ നോക്കാം, അങ്ങോട്ട് നോക്കി വായിന്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ഓടിച്ചു വായിച്ചു. ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി അവർ ഭയപരവശരായി തീർന്നു. ഓടിച്ചു വായിന്. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ സംഭവിച്ച ഒരു പ്രധാന സംഭവമാണ് ലൂക്കോസ് തന്റെ സുവിശേഷ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്. എല്ലാം വിവരിക്കാൻ നേരമില്ല, 1-2 കാര്യം പറയാം. യേശുക്രിസ്തു, അതാ സുവിശേഷം. ആ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി, തിരുജനനം, ആ ജനനത്തിൽ സംഭവിച്ച ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയത്. അപ്പോൾ ക്രിസ്തുവേശു ഭൂമിയിൽ പൂജാതനായി. അപ്പൊ ആ സ്ഥലത്ത് ബേത്ലഹേമിൽ അന്ന് ആ പ്രദേശത്ത് ഇടയന്മാര് രാത്രിയിൽ ആടുകളെ തീറ്റി വെച്ച് വിശ്രമിക്കുക. ഒരു കാര്യം പറയാം, പുൽക്കൂട്ടിലല്ല യേശു ജനിച്ചത്. ആണെന്നും പറഞ്ഞ് പുല്ലും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ചില പുല്ലും, ചില കമ്പും, ചില കോലും, 2 കുഞ്ഞാടിൻ്റെ ചെറിയ ഇതും, പിന്നെ ലൈറ്റൊക്കെ പിന്നെ അവനവൻ്റെ സാഹചര്യം അനുസരിച്ചാണ് കത്തുകയും കെടുകയും. എന്നിട്ട് നമ്മൾ പറയാം, ഉണ്ണി പറന്നെന്ന്. എങ്ങും സ്ഥലമില്ലാത്തത് കൊണ്ട് പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തിയതാ. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. ആ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയിൽ എന്തോ സംഭവിച്ചു. ഒന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഇരുട്ട് മാറി. കാരണം ആ ഭാഗം നിങ്ങൾ പഠിച്ചാൽ ഇത് രാത്രിയിലാണ് സംഭവിക്കുന്നത്, ഈ വിഷയം രാത്രിയിൽ. പക്ഷെ ആ രാത്രിയിൽ തേജസ് ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ ആ തേജസ് പ്രഭ വെട്ടമങ്ങോട്ട് അടിച്ചപ്പോൾ ഇരുട്ട് മാറി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയിൽ മാനവകുലത്തിന് കൈവന്ന നേട്ടം എന്നാണെന്നറിയാമോ? ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, യേശു നിന്റെ വീട്ടിൽ ആമന സ്തോത്രം എത്തുക. ദേശത്തിന്റെ ഇരുട്ട് മാറാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ദേശത്ത് യേശുവിനെ ഉയർത്തുക. ഇരുട്ട് മാറ്റുന്ന മാർഗം ആ സുവിശേഷം. അല്ലാതെ നാട്ടുകാരുടെ സൗകര്യം കെടുത്തുവോ വടിവാള് കറക്കി വെച്ച് ചേർന്നാ ഞങ്ങളുടെ മതത്തിൽ ഇല്ലേ നിന്റെ പെടല് ഞങ്ങൾ കണ്ടിക്കും, അങ്ങനൊന്നും ആൾക്കാരെ പറയത്തുമില്ല, പറഞ്ഞു വിടുകയും ചെയ്യും. ചില അങ്ങനെയൊക്കെ ഉണ്ട് ചിലര്. നീ അവൻ്റെ പെടല് കണ്ടിച്ചുകൊണ്ട് വാ വത്സ, ഞാൻ നിന്നെ പ്രസാദിക്കാം. വത്സൻ ഇത് കേൾക്കാത്ത താമസമുള്ളൂ, കൊടുവാളുമായിട്ട് ഓടുക. കണ്ടവൻ്റെ എല്ലാം പെടലി അങ്ങനെ പറഞ്ഞു വിട്ടേക്കുന്നത്, കൊണ്ടുപോവാ ഞാൻ പ്രസാദിച്ചോളാം. ഇത് കൊല്ലുന്ന മാർഗമല്ല, ജീവിപ്പിക്കുന്ന മാർഗമാണ്. മതത്തിന്റെ
പേര് പറഞ്ഞ്, സമുദായത്തിന്റെ പേര് പറഞ്ഞ് അടിയുണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, സമുദായത്തിന്റെ പേര് പറഞ്ഞ് ജാതി സ്പർദ്ധ കുത്തിവെച്ച് മനുഷ്യൻ അന്യോന്യം കലഹിക്കരുത്, വഴക്കുണ്ടാക്കരുത്, തമ്മിത്തല്ലരുത്. മനുഷ്യനെ മനുഷ്യനായി കാണും. ഞാനൊരു കാര്യം വേദപുസ്തകത്തിൽ പറയാം, ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്. നമ്മുടെ ആൾക്കാർ പോലും വിശ്വസിക്കുന്നില്ല. പിന്നെ പറയുമ്പം ലൂയാന്ന് ചുമ്മാ ഇരുന്ന് പറയുന്നതാണ്. എനിക്കത് കാണുമ്പോൾ അറിയാമല്ലോ, എന്തേലും ഒന്ന് പറയണ്ടെന്ന് ഓർത്താ. കാരണം കുറെ നേരമായിട്ട് ചുമ്മാ ഇരിക്കാണ്ട് ഈ തിരുവഴുത്ത് അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പണ്ട് ശ്രീനാരായണ ഗുരു അവറുകളോട് ഒരാൾ ചോദിച്ചെന്നാ പറയുന്നത്, യാത്ര ചെയ്തപ്പം. അദ്ദേഹം നല്ല കഴിവുള്ള ആളും എന്തോ യുക്തിക്ക് മറുപടി പറയുന്ന ആളും വളരെ മഹാനായ മാന്യ മനുഷ്യൻ, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ ചില വാചകമൊക്കെ നല്ലതല്ലേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പുള്ളിക്ക് വിവരം ഉണ്ടായിരുന്നത് ആ പുള്ളി പറഞ്ഞ ഒരു ദൈവമാണ്. നല്ല വിവരമുള്ള ആളാണ്. ഒരു ദൈവം. ഇവിടെ ഇരിക്കുന്നവർ പലരും വിശ്വസിക്കുന്നില്ലല്ലോ. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം കൃത്യം കാര്യം പറഞ്ഞു. ഒരു ജാതി, ഒരു ജാതി, ഒറ്റ ജാതി, മനുഷ്യജാതി. യോ എന്തോ അറിവാ. സ്തോത്രം. അപ്പൊ ആ നല്ല മനുഷ്യൻ യാത്ര ചെയ്തപ്പോൾ ആരോ ഒരാൾ ചോദിച്ചെന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ മുഖഭാവവും രീതിയും സംസാരവും നല്ല വാചകങ്ങളല്ലേ. അപ്പം പറഞ്ഞപ്പം ഈ യാത്ര ചെയ്ത ആൾ ഇച്ചിരി കൂടിയ ആളാ. പുള്ളി ചോദിച്ചു, ഒടുവിൽ അങ്ങ് ഗത്യന്തരമില്ലാതെ ചോദിച്ചു, ഏത് ജാതിയാന്ന് അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം, ആ നല്ല മനുഷ്യൻ തിരിച്ച് യുക്തിക്ക് മറുപടി പറയുന്നയാളാ. അദ്ദേഹം പറഞ്ഞു, കണ്ടിട്ട് എന്നാ തോന്നുന്നു. അപ്പം ചോദിച്ച പുള്ളി പറഞ്ഞു, കണ്ടിട്ടൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ഉടനെ ഗുരു തിരിച്ച് പറഞ്ഞെന്നാ പറഞ്ഞത്. എന്നാ ഇനിയും പറഞ്ഞാലും മനസ്സിലാകുകയില്ലെന്ന് പറഞ്ഞു. നേർക്ക് നേരെ കണ്ടിട്ട് പിടികിട്ടാത്ത പുള്ളിയോട് പറഞ്ഞാലെങ്ങ മനസ്സിലാകും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ജാതി ചോദിക്കരുത് കേട്ടോ. ജാതി. ബുദ്ധൻ വെള്ളം കോരി കുടിക്കാൻ ചോദിച്ചപ്പം പറഞ്ഞല്ലോ, ആശാന്റെ എന്തുവാ ചണ്ടാല ഭിക്ഷുക്കി ഒന്നും പഠിച്ചില്ലേ. കൊണ്ട് സ്കൂളിൽ പഠിച്ചത്, ഞാനും സ്കൂളിൽ പഠിച്ചതാ. ചണ്ടാല ഭിക്ഷുക്കി ഇല്ലേ മോളെ, നിങ്ങൾക്ക് പഠിക്കാനില്ലേ? തൂമ തേടും തൻ പാള കിണറ്റിലിട്ട് ഇച്ചിരി നേരം അവിടെ ഇരിക്കേ, നോക്കാം. അപ്പൊ അതിനകത്തൊരു വരിയുണ്ട്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ജാതി ചോദിക്കരുത്, ജാതി പറയരുത്. ശ്രദ്ധിക്കണേ, ജാതി സ്പർദ്ധയുണ്ടാക്കരുത്, മതഭ്രാന്ത് വർദ്ധിപ്പിക്കരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം, മനുഷ്യനെ ബഹുമാനിക്കണം, മനുഷ്യനെ ആദരിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് കയറിയിരിക്കാൻ. ഇപ്പൊ കസാരയായിട്ട് വരുക. ഞാനിവിടെ കിടന്ന് അലച്ചതാ, കയറിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, മനുഷ്യനായി ജാതിയും വർഗവും മരണമെല്ലാം ഒപ്പിച്ചു വച്ചേക്കുന്നത്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഒറ്റ ഒരു തന്നെ സന്തതിയാ. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്, ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അപ്പൊ എന്താ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. ഈ ദേശത്തുള്ളവരും ആ ഓൺലൈനിലുള്ളവരും ദേശവാസികളെല്ലാം ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന നല്ല വാർത്തയായി സുവിശേഷം. നല്ല വാർത്തയാണ്. ദൈവത്തിന് മഹത്വം. നല്ല വാർത്തയാണ് സുവിശേഷം. ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളെല്ലാം കൂടെ ആ പന്തലിലോട്ട് അങ്ങിരിക്കുക, അതായിരിക്കും നല്ലത്. കസാരയും കൂടെ എടുത്തല്ലേ പിന്നെ അവിടെ നിൽക്കേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ ആരും പോകുമൊന്നും വേണ്ടി ഇവിടെ ഇരിക്കുക, ഇച്ചിരി കേട്ടയച്ച് പോകാം. മൈക്കും ഒക്കെ നിങ്ങൾ ബോക്സും ഒക്കെ മൂടുമോനെ. യേശുക്രിസ്തു ഉയർത്തു
ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടും. ഹല്ലേലൂയ, ജയം. അഡ്ജസ്റ്റ് ചെയ്യും. ജീവിക്കുന്നു, ഹല്ലേലൂയ. നടുക്കോട്ട് പോയിരിക്കും. ഓ കൊല്ലുന്ന മരണത്തിൻ ഘോരത പല്ലു തകർത്തതാകെ. ഓ കൊല്ലുന്ന മരണത്തിൻ തരാവിഷം. മക്കളെ, നിങ്ങളെ കസേര നടുക്കോട്ട് ഇനി തല്ലും ഭയമില്ല മൃത്യു, നമ്മൾ വെല്ലും വിളിക്കുക. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്നവർ അടുത്തടുത്തിരിക്കെ ഇരിക്കുന്നു. ഹല്ലേലൂയ, ജയം. ഓ എന്നെ ജീവിക്കുന്ന യതിനാ ഞാനും ജീവിക്കയാളാമേ. എന്നെ ജീവിക്കുന്ന യതി ഓ ഇനി തന്നെ പിരിഞ്ഞൊരു ഇല്ലെനിക്കല്ല എന്റെ ശുഭത്രേ. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇത് ഇപ്പം വലിയ ഡ്രില്ല് കളിപ്പീരാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. പുറകിൽ ഇരിക്കുന്നവർ ഒരു 3 ലൈൻ അവിടെ ഇരുന്നേ. ബാക്കി എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. പുറകിലിരിക്കുന്ന 3 ലൈൻ അവിടെ ഇരുന്നേച്ചേ. ബാക്കി എല്ലാവരും എഴുന്നേച്ച് ആ കസാരയായിട്ട് അല്പം കൂടെ പുറകോട്ട് പോകും. എന്നാലേ ഇന്ന് പരിപാടി നടക്കും. ഇച്ചിരി പുറകോട്ട് പോകും. ഇല്ല, ഈ ഫ്രണ്ടിലിരിക്കുന്നവർ നനയുക, ലേശം പുറകോട്ട്. ഇന്ന് നിങ്ങളെ ആ കാറയിലൊക്കെ വന്നവരെ നേരെ പോയി കാറയിലോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ ഇരിക്കുകയും ചെയ്യാം. അപ്പം ഇത്ര ഇട ഇവിടെ കിട്ടും. ഒക്കുന്നെങ്കിൽ മഴ ചാരുന്നോണ്ട് ഇനി ഓടുകയല്ലായിരിക്കും. കുഴപ്പമില്ല, ഇന്നിങ്ങനെ പോട്ടെ. അമ്മയെ നനയുന്നുണ്ട്. അമ്മ നനയുമോ? ഇല്ല. എന്നാ അവിടെ ഇരുന്നു. ഓ, എന്തുവാ ഇതിനും വേണ്ട പറയുന്നത്? ഇങ്ങോട്ട് നോക്ക. ഓ, പണ്ട് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയപ്പോൾ ഒത്തിരി നനഞ്ഞു പോയിട്ടുള്ളതല്ലേ. ഇന്ന് ഇവിടെ ഇരിക്കെ. ഞാൻ പെട്ടെന്ന് പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം. ഈ ജാതിയും മരണമൊക്കെ മനുഷ്യൻ ഒപ്പിച്ചതാ. ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു വ്യക്തിയുടെ സന്തതിയാ ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യരും. അതുകൊണ്ട് ജാതി പറയുകയും ജാതി ചോദിക്കുകയും ജാതി പേര് പറഞ്ഞ് വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, മതത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ കുരുതിക്ക് കൊടുക്കരുത്. മനുഷ്യനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അതാ സുവിശേഷം പഠിപ്പിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം കേട്ടാനുള്ള ഗുണം ആ സുവിശേഷത്താൽ. ഒന്ന്, സുവിശേഷം വരുമ്പോൾ ഇരുട്ട് മാറും. ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, ദേശത്തിന്റെ, സമൂഹത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. മാത്രമല്ല, എടുത്തു വായിപ്പിക്കുന്നില്ല. കണ്ണിക പഠിക്കുമ്പോൾ ഇങ്ങനെ ആ ദൂതൻ എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ ഭയത്തോടെ, ഭാരത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയരെ, ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം.
ചിലപ്പോൾ മരണഭീതിയായിരിക്കാം, ചിത്തഭ്രമങ്ങളായിരിക്കാം, ആകുല ചിന്തകളായിരിക്കാം, എന്തുമാകട്ടെ അത് മാറ്റിത്തരുവാൻ കഴിവുള്ള മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അവിടെ വേറൊരു പദമുണ്ട്, ആമേൻ സ്തോത്രം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. എന്തുവാ സുവിശേഷത്തിന്റെ പ്രത്യേകത? മനുഷ്യവർഗത്തിന് സന്തോഷം തരുന്ന മാർഗമാണ്. മദ്യമല്ല സന്തോഷം തരുന്നത്, ലഹരി പദാർത്ഥങ്ങളല്ല, മറ്റ് പാപകൃതികളല്ല, അതൊക്കെ താൽക്കാലിക സുഖങ്ങളാണ്, താൽക്കാലികമാണ്. എന്നാൽ നിത്യമായ സന്തോഷം തരുവാൻ കഴിവുള്ള ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് സത്യസുവിശേഷമാണ്. ഒരു കാലത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ആമൻ ആകുല ചിന്തകളും നിരാശകളും പേറി ആത്മഹത്യയുടെ വക്കിൽ വരെ ചെന്ന പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ അവരുടെ ആ സ്ഥിതിക്കെല്ലാം മാറ്റം വരുത്തിയത് ഈ സന്തോഷം തരുന്ന സുവിശേഷം എത്തിയത് കൊണ്ടാണ്. അത് ആ സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇത് പറ്റുകയുള്ളൂ. സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നെന്ന. നമുക്ക് സന്തോഷം വരുന്നത് എങ്ങനെയാ? ഒന്ന്, നമുക്ക് സന്തോഷം വരുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ ആ സന്തോഷം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മളെ അപ്പോസ്തലർ എടുത്ത് വായിപ്പിക്കുന്നില്ല, ചരിത്രമൊക്കെ പറഞ്ഞ് പ്രസംഗിക്കേണ്ടതാ, പെട്ടെന്ന് പറയുക. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ ആ 16-ാം അധ്യായമൊക്കെ ചേർത്ത് പഠിച്ചാൽ ഇങ്ങനെ, കാരാഗൃഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. അവിടെ താഴത്തെ ഒരു വാക്യമുണ്ട്, അവരെ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷമാണ്. 2, വെല്ലുവിളി പോയി തിരിച്ചു വന്ന ഷണ്ണനെ പീലിപ്പോസ് ഉപദേശി സ്നാനപ്പെടുത്തിയപ്പം നെഞ്ചത്തടിച്ച് കരഞ്ഞേച്ചു പോയെന്നല്ല, ഇങ്ങനെ വായിക്കുന്നത്, ഷണ്ണൻ സന്തോഷിച്ചു പോയെന്നാണ്. അപ്പോൾ സ്നാനപ്പെടുമ്പോഴും സന്തോഷമാണ്, രക്ഷിക്കപ്പെടുമ്പോഴും സന്തോഷമാണ്, സ്നാനപ്പെടുമ്പോഴും സന്തോഷമോ. ഒരു സഹോദരൻ അങ്ങോട്ട് ചെന്നാൽ, അതൊന്നും കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആ കയറങ്ങ് വലിച്ചു കെട്ടിയാൽ മതി. അതിനൊരു ഒത കൊടുക്ക്. യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി, യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം, എപ്പോഴും ഞാൻ സന്തോഷിക്കും, എൻ യേശു എൻ്റെ ഗാനം, എല്ലായിടവും ആഘോഷിക്കും എൻ്റെ രക്ഷകന്റെ നാമം. യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി, യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങൾ സഹകരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഒരു ഖേദം, ഞങ്ങൾ എല്ലാവരും ഇവിടെ നല്ല സുഖിച്ചിരിക്കുക. എന്തോ ചെയ്യാൻ ഇത് പറഞ്ഞല്ലേ ഒക്കുള്ളൂ. നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ഇന്നത്തേക്ക് ക്ഷമിക്കുക. അപ്പോൾ ശാന്തമായിട്ടൊരു അല്പസമയം കൂടെ എടുക്കട്ടെ, അതോ ഇപ്പം നിർത്തണോ? എന്തിനും ഞാൻ പണ്ടൊരാൾ പറഞ്ഞ, അച്ഛനാകാനും പെണ്ണ് കെട്ടാനും തയ്യാറാണ്. നിർത്താം, പറയാം. ഇച്ചിരി ആട്ടെ. ഇനി അവരോട് ചോദിക്കുക, ഇച്ചിരി കൂടെ സമയം എടുക്കണോ അതോ നിർത്തണോ? നിങ്ങൾ പറ. മഴ നിങ്ങൾ നനയുക. എന്നാൽ പിന്നെ പോസ്റ്റ് പോകാൻ പറഞ്ഞ പോലെ അവിടെയും സുഖമോ ഇവിടെയും സുഖമോ, എനിക്ക് പിന്നെ എന്നാ കീറിക്കളഞ്ഞ പോലെ അങ്ങനെ ഇരിക്കട്ടെ.
നിങ്ങളായിരിക്കും പ്രധാന വിഷയം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. ശ്രദ്ധിക്ക്. കയറ് കെട്ടെന്ന് നോക്കിയിരിക്കുക, ആദ്യമായിട്ട് കാണുക. അതിലും വലിയ കെട്ടല്ലയോ കല്യാണത്തിന് നടന്നത്. അത് സഹിക്കാമെങ്കിൽ പിന്നെ ഇതങ്ങ് സഹിക്കാം. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. കേട്ടാലുള്ള ഗുണം എന്നാ? കേട്ടാലുള്ള ഒന്നാമത്തെ ഗുണം ഇരുട്ട് മാറും, 2 ഭയം മാറും, 3 സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം ഏതൊക്കെ വിധത്തിൽ ഉണ്ടാകുന്നെന്നാ ഞാനിതൊക്കെ പാട്ടുമൊക്കെ പാടി വേറെ വാക്യവും ഉദാഹരണമൊക്കെ പറഞ്ഞ സാധാരണഗതിയിൽ പറയുന്നത്. അതിനെനിക്ക് പക്കത്തിന് വേറെ ആളുമുണ്ട്. ഇവര് കൊള്ളുകയല്ലെന്നല്ല, ഇവർക്ക് അത്ര എല്ലാ പാട്ടും തിട്ടമുണ്ടോ മോനെ? ഇല്ല, അതുകൊണ്ടാണ്, അല്ലാതെ അവർ കുഴപ്പക്കാരായിട്ടല്ല. അപ്പം മറ്റവരോട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പിന്നെ ഇന്ന് ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇത്രയും ഒത്തല്ലോ, ഇവരെയും ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഈ സുവിശേഷത്തിൽ എന്ത് സംഭവിക്കും? അവൻ സന്തോഷമുണ്ടാകും. എങ്ങനെയാ സന്തോഷം? ഒന്ന്, രക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷമാണ്. അതാ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചെന്നാ സന്തോഷം. അതാ. 2, ഷണ്ണൻ മുങ്ങി സ്നാനപ്പെട്ടു. എൻ്റെ ദൈവമേ ഇതുപോലൊരു ചതിവ്, അങ്ങനല്ല പറഞ്ഞേ, അവൻ സന്തോഷിച്ചു പോയെന്ന. പണ്ടൊരുത്തനോട് ചോദിച്ചു, എങ്ങനെയാണ് ആ സ്നാനപ്പെട്ട? അവൻ പറഞ്ഞ് കാല് തെറ്റി വെള്ളത്തിൽ പോയതാണ്. അങ്ങനെയാണോ സ്നാനം? വള്ളക്കാലി ഒരു അപ്പച്ചനെ മുക്കിയപ്പോൾ അപ്പച്ചൻ മുങ്ങി വെച്ച് നിന്റെ എല്ലാം സൂക്കേട് തീർന്നല്ലോ ഒന്ന്. സൂക്കേട് തീർക്കാനാണോ സ്നാനം? അല്ല. ഒരുത്തൻ സ്നാനപ്പെട്ട് കയറിയപ്പോൾ അവൻ പറഞ്ഞു രക്ഷപ്പെട്ടെന്ന്. അയ്യോ, അതെന്നാ? സ്നാനപ്പെട്ടില്ലേ, അവൻ്റെ കല്യാണം നടത്തുകയല്ലെന്നാ സഹോദരിയുടെ വീട്ടുകാർ പറഞ്ഞു. 2 പേരും സ്നേഹമായിരുന്നു. അപ്പം അവർ ബന്ധുക്കോസുകാർ പറഞ്ഞു കല്യാണമൊക്കെ നടത്താം, അവൻ സ്നാനപ്പെടാതെ നടത്തുകയില്ല, ഇവൻ ഇവളെ കെട്ടുകയും ചെയ്യണം. ഒടുവിൽ അവൻ മുങ്ങി, താല്പര്യം ഉണ്ടായിട്ടല്ല അവളെ കെട്ടാൻ. അതാ മുങ്ങിയപ്പോൾ അവൻ പറഞ്ഞ ഏതായാലും രക്ഷപ്പെട്ടല്ലോ എന്ന്. അതിനാണോ സ്നാനം? സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം. ഇത് യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. യേശുക്രിസ്തുവിനോട് ചേരുവാനാ, ക്രിസ്തുവേശുവിനെ ധരിപ്പാനാ, ദൈവസഭയോട് ചേരാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ആ പെട്ടകത്തിൽ അല്പജന 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് മുൻകുറി. ആമേൻ. കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ പിതാക്കന്മാര് മുഴുവൻ ചെങ്കടൽ കടന്നവരാ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം നിന്നും ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ. അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാരെന്നാ, യേശുവിനോട് ചേരാൻ. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷം. രക്ഷിക്കപ്പെടുമ്പോഴും സന്തോഷം, സ്നാനപ്പെടുമ്പോഴും സന്തോഷം, അഭിഷേകം പ്രാപിക്കുമ്പോഴും സന്തോഷമാണ്. പിന്നെ പരിശുദ്ധാത്മാവ്. ആ നാടുകളിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞെന്ന ആനന്ദമാണ്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിലും മുഖമൊന്നും തെളിയുന്നില്ല. ഇപ്പോഴും കരഞ്ഞും കൂവി നടക്കുക ഇതിലേക്കൂടെ അല്ല. എന്തുകൊണ്ടാ മാം? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ സന്തോഷമാണ്. നമ്മുടെ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാനൊക്കത്തില്ല. അതിലെ നമ്മളെ കണ്ടാൽ വല്ലതും ബുദ്ധിമുട്ടുണ്ടെന്ന് ആരേലും പറയുമോ? ആ പോക്കും പാവോ ഇരിപ്പും കണ്ടാ അതിലെ പറഞ്ഞ് നമ്മളോട് ചോദിക്കുന്നില്ലേ, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ആൾക്കാരുടെ ധാരണയെ ഇഷ്ടം പോലെ. ഈ കൺവെൻഷൻ തന്നെ നടത്തുന്നത് എങ്ങനെയാണെന്ന് ആ പാസ്റ്ററോട് ചോദിച്ചാൽ അറിയാം. ഇവിടുത്തെ ദൈവമക്കളോട് കാശുണ്ടായിരുന്നേ നല്ലൊരു പന്തലിടുകയില്ലായിരുന്നു, ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ചെല്ല് പറയുന്നത് കഞ്ഞിയും കാശുമൊക്കെ കൊടുത്ത് ആൾക്കാരെ ഇതിനകത്ത് ചേർക്കുക. ചോറ് കൊടുത്തിട്ട് കേൾക്കുന്നില്ല. പിന്നെ ചോറും നല്ല നെന്മീനും. നിങ്ങൾക്ക് എന്നാ മനസ്സിലാകാതിരിക്കാമോ? ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയരെ, ഇത് ആത്മീക സന്തോഷമാണ്. ഇവിടെ ഇരിക്കുന്ന പലരും കടമുള്ളവരും ഞെരുക്കമുള്ളവരും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ മുഖത്തൊക്കെ വെട്ടം കണ്ടോ? അത് സന്തോഷമാണ്. അതെന്താ സന്തോഷം? ഞങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാ. ബുദ്ധിമുട്ടില്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആനന്ദമാകത്തുണ്ട്. അത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഈ സുവിശേഷത്താൽ ഒന്ന്
ഇരുട്ട് മാറും. 2 ഭയം മാറും. 3 സന്തോഷം ഉണ്ടാകും. 4 ആ കണ്ണികയിലുണ്ട് യേശു എന്ന രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു രക്ഷകനെ കിട്ടി. നമ്മളെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനെ നമുക്ക് ലഭിച്ചു. രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിയാ നസറയനാകുന്ന യേശു. ആ യേശുവിൻ്റെ സുവിശേഷം അതാ ഈ പുസ്തകത്തിൽ ഉടനീളം. ആട്ടെ, ദൈവദാസന്മാർ പറഞ്ഞതിനെയും കൂടെ ബഹുമാനിച്ച് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണമല്ലോ. അതുകൊണ്ട് ആ വായിച്ച വാക്യം മൈക്ക് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യുക? കൊച്ചിവിടെ മുന്നിൽ ഇരുന്ന മോൾ എന്ത് ചെയ്യേ? അമ്മയും മോളും രണ്ടും പോയോ? ആ വായിച്ചേ മോളെ, മൈക്ക് ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചോ. മൈക്ക് ഉണ്ടോ? അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തിൽ അല്ല മോളെ, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 21 നമ്മുടെ വിഷയത്തിലേക്ക്. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഇത് വായിച്ചോ? ഇങ്ങോട്ട് വെച്ച് ഞാൻ പെട്ടെന്ന് നിർത്താം. ഒന്നുകൂടെ വായിച്ചോ മോളെ. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ആരെ ആശ്വസിപ്പിച്ചു? യോസേപ്പ് തന്റെ സഹോദരന്മാരെ ആശ്വസിപ്പിച്ചു. എന്തുവാ പറഞ്ഞത്? ഭയപ്പെടേണ്ട. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ വേദപുസ്തകം മുഴുവൻ നിങ്ങൾ പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കിടക്കുന്ന ഒരു പദപ്രയോഗമാണ് ഭയപ്പെടേണ്ട. ദൈവത്തിന് മകൻ വെള്ളം അങ്ങ് പൊക്കോളും. നീ അതെല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കുക. എന്നെ ആരും നോക്കുന്നില്ല. എന്നെ കാണാനും വലിയ ചതവില്ലെന്നറിയാം. നിർത്തുന്നതായിരിക്കും നല്ലത്. നിർത്തട്ടെ? വേണ്ടേ? കഴിക്കുമ്പോൾ ഒരു ശബ്ദം ഭയപ്പെടേണ്ട. ഒന്നെങ്കിൽ ദൈവം പറയും, ഇല്ലെങ്കിൽ ഒരു വ്യക്തിയോട് പറയും ഭയപ്പെടേണ്ട. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഇടയ്ക്കിടയ്ക്ക് തുടരെ കിടക്കുന്ന ഒരു പദപ്രയോഗമാണ് ഭയപ്പെടേണ്ട. അതെന്താ ഈ കൂടെ ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, എല്ലാവർക്കും പേടിയാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പേ ഓർപ്പിച്ചില്ല, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ ഭയപ്പെടുക. ഒരിക്കൽ അപ്പോൾ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് പ്രാർത്ഥനയാക്കിക്കൊണ്ട് വന്ന സ്വപുത്രനെ പേടി. ചിലർക്ക് മരണത്തെ പേടി, ചിലർക്ക് ലോകത്തെ പേടി, ചിലർക്ക് പ്രകൃതി ശക്തികളെ പേടി. ഇടിവെട്ടുന്നത്, കൊള്ളിയാങ്ങുന്നത്, ഭൂമി കുലുക്കം, സുനാമി, ഇതൊക്കെ പേടിയാണ്. ചിലർക്ക്
ലോകം വിട്ടിട്ട് സമസത നോക്കിയിട്ട് ആലോചിച്ച് കരയാണ്. ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, മൃഗോൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. 1-ാം അധ്യായം ഉൽപ്പത്തി വിവരമാണ്. 2-ാം അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കുന്ന വിഷയമാണ്. 3-ാം അധ്യായം പാപമാണ്. 4-ാം അധ്യായം കയ്യൻ ഹാബേലിനെ കൊന്നു. 5-ാം അധ്യായത്തിൽ സെമിത്തേരുടെ അധ്യായമാണ്. മരിച്ചു ആരംഭിക്കുന്നു. 12-ാം അധ്യായം അബ്രഹാം യാത്ര പുറപ്പെടുന്നു. 13-ാം അധ്യായം അബ്രഹാം മിസ്രയീം ദേശത്ത് എത്തി അവിടുന്ന് പോകുന്നത്. 13-ാം അധ്യായം സ്വന്തം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുകയാണ്. 14-ാം അധ്യായം നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധം. 15-ാം അധ്യായം ഏകപക്ഷീയമായ യാഗം. 16-ാം അധ്യായം ഹാഗറിന്റെ ഓടിപ്പോകും വരവും. 17-ാം അധ്യായം പരിച്ഛേദന. 18-ാം അധ്യായം മമ്രയുടെ തോപ്പിൽ ക്രിസ്തു വെളിപ്പെടുക. 19-ാം അധ്യായം സോദോം ദഹനമാണ്. 20-ാം അധ്യായം ശൂരിൽ വന്ന് പാർക്കുന്നതാണ്. 21 ഹാഗറിന്റെ ഓടിപ്പോക്ക്. 22-ാം അധ്യായം ഇസ്ഹാക്കിന്റെ ബലി. 23-ാം അധ്യായം സാറായുടെ മരണം. 24-ാം അധ്യായം ഇസ്ഹാക്കിന്റെ കൊടുത്ത് നല്ലൊരു 10 രൂപ ഇട്ട് 5 ദിവസത്തെ യോഗം നടത്തട്ടെ. തൊക്കുന്നെങ്കിൽ 2 ദിവസം എന്നെയും കൂടെ വിളിക്കും. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഓൺലൈനിലൊക്കെ കാണുന്നത് ഇത് ചാലുവാക്കാൻ വന്നത്. ഇതിനകത്ത് കാണുന്നവരോട് നിങ്ങൾ കാശുള്ളവരൊക്കെ പെരക്കാത്തിരുന്ന് കാണുക. അതായത് മലനിരത്തിരുന്ന് കാണുക. ഇവിടെ എനിക്ക് പൈസ തരരുത്. ഈ ഉപദേശിക്കുക പൈസ കൊടുത്ത് ഇങ്ങോട്ട് കാണിക്കണം. ഇതൊരു പോലെ കാണുക. പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഇതെടുത്തത്. പിന്നെ ഇതാ ഇവിടുത്തെ ഉപദേശം. ചൊവ്വനെ കണ്ടോണം. ഇങ്ങേരുടെ കയ്യിൽ കാശ് കൊടുക്കും. കാശൊക്കെ ഇട്ട് ഇഷ്ടം പോലെ ബാങ്കിന്റെ ഡിപ്പോസിറ്റ് ഇട്ടിരുന്ന ബിരുദന്മാരൊക്കെ പമ്മിയിരുന്ന് കാണുന്നുണ്ട്. ചില കാശ് ഇദ്ദേഹത്തിന് കൊടുക്കും. ഇവിടെ ഒരു യോഗം നടത്തണം. എന്താ ഒരു 5 ദിവസത്തെ യോഗം നടത്തും. തരും ആരെയും തരും. എൻ്റെ ഈ തരരുത് എന്നോട് പറയുകയും ചെയ്തത് നേരത്തെ കൊടുക്കണം. വേറെന്തുവാ തുളസി പാസ്റ്റർ കൊടുക്കണം. എൻ്റെ ഈ തരരുത് യോഗം നടത്തണം. ഫോൺ നമ്പരൊക്കെ ഒന്ന് മൈക്ക് 99 61 26 28 83 ആരെയും തരികയാണെന്ന് യോഗം നടക്കും. ദൈവത്തിന് മകൾ കൊടുക്കണേ. കാശുള്ളവർ കൊടുക്കണം. കാശില്ലായിക്കൊണ്ടിരുന്ന അതിനൊരു ഗുണം വരിക. അതിൻ്റെ കൊച്ചുങ്ങളും നോക്കുകയാണ്. സുവിശേഷ യോഗം നടക്കണം. ദേശം പിടിപ്പിക്കപ്പെടണം. ആത്മാക്കൾ പിടിപ്പിക്കപ്പെടട്ടെ. ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് മഴയൊന്ന് കാണിച്ചു. ഇവിടെ ഭയങ്കര മഴയാണെങ്കിൽ ആണെങ്കിലും അവിടെ പോയി ഇങ്ങോട്ട് ഇത് കാണിച്ചു കൊടുക്കും. മഴയാണ് ഞാൻ പിടിച്ച് കറക്കും. ഓടി വേണം. എല്ലാം മഴ പെയ്യുക. അപ്പൊ ഈ മഴ കൊണ്ട് മഴ നനഞ്ഞിരിക്കുക ദൈവമക്കൾ ഇവിടെ. ഇന്നത്തേക്ക് ചില നനഞ്ഞു. അതുങ്ങളെല്ലാം ഇന്ന് നനയായിരിക്കും. എൻ്റെ കയ്യിൽ ഒന്ന് കാണിക്കില്ല. കാണുന്ന മഴയാണ്. ഈ ദേശം വിടിവിക്കപ്പെടട്ടെ. ഇനി സുവിശേഷമൊക്കെ നടക്കട്ടെ. ആത്മാക്കൾ വിടിവിക്കപ്പെടട്ടെ. ദേശം അനുഭവിക്കപ്പെടട്ടെ.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാക്കൾ വിടിവിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ വിശ്വസിക്കുന്നവരെ സ്തോത്രം ചെയ്യുക. ചോദിച്ചുകൊണ്ട് ജാതികളെ അവകാശമായി, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി പരിമല പറഞ്ഞ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. യേശുവിൻ നാമം, എന്റെ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ശ്രേയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പാടും എന്റെ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദമാണ്. ഞാനെന്നും സ്തുതിക്കും, പാടും എന്റെ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ആവിയായും എന്നെ ഞാൻ കാണാനേ ഒക്കുള്ളൂ. സ്വർഗം നിങ്ങൾക്ക് പ്രതിഫലം തരും. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവത്തിന് മകൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായമാണ്. 50 അധ്യായം. 2 കാര്യം പറഞ്ഞ് നിർത്താം. ഈ 50 അധ്യായത്തിന്റെ ഒടുവിലത്തെ 2 അധ്യായം അവസാനിക്കുന്നത് 2 മരണത്തോടു കൂടിയാണ്. ഒന്ന് യാക്കോബിന്റെ മരണം, 2 യോസഫിന്റെ മരണം. 2 മരണത്തോടു കൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. എന്ന് കേൾക്കുന്ന പ്രിയരെ, ഏത് മനുഷ്യന്റെയും അവസാനം മരണമാണ്. ഒരിക്കൽ മരിക്കും. മരണം ദൈവം വെച്ച അവസ്ഥയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിക്കും. നിങ്ങളിപ്പോ ചിന്തിക്കുക, ദൈവമേ കുറച്ച് നാളൂടെ ജീവിക്കാന്ന് ഓർത്ത് ആ യോഗത്തിന് വന്നത്. എന്നാലും അങ്ങേര് പറയുക മരിക്കും. മരിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, പുസ്തകത്തിന്റെ പ്രമാണമാണ്. മരിക്കും. ഞാൻ വന്നപ്പോൾ നോക്കി, പലരെയും നോക്കി, പരിവക്കേടായി. അങ്ങോട്ടും ഞാൻ നോക്കി, ഇങ്ങോട്ടും നോക്കി, മിക്കതും പരിവക്കേടായി. അപ്പൊ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശ, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. 3 അക്ഷരത്തിലാ ജീവിതം തുടങ്ങുന്നത്. ജനനം 3 അക്ഷരത്തിലാ ഇവിടം കൊണ്ട് അവസാനിക്കുന്ന മരണം. അതുകൊണ്ട് തീർന്നില്ല. 3 അക്ഷരം ഉള്ളിടത്തോട്ടാണ് ചെല്ലുന്നത്. നിത്യത, നിത്യത അല്ലെങ്കിൽ നരകം. ഒന്നെങ്കിൽ നിത്യത, സ്വർഗീയ നിത്യത, അല്ലെങ്കിൽ നിത്യ നരകം. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, മരിക്കുമെന്നുള്ളത് ഉറപ്പാ. കണ്ണടയുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. സകല ആൾക്കാരും മരണം വഴിയായി കടന്നു പോകും. അമ്പലത്തിൽ പോയ സമയത്ത് നാമം ജപിക്കുമായിരുന്നു ഇങ്ങനെ: കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം വന്ന് കളയരുതാരും, മരണം വരുവിനി എന്ന് നിനച്ചിക, മരുമുക സതതം നാരായണ ജയാന്ന. മരണം വരും. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമമായി വാണിയിടുകിലും ഒന്നുരിയാടുവതിന്നിട കിട്ട വന്നാൽ യമഭടർ. അപ്പൊ കാലകിഞ്ചരന്മാര് കയറുമായിട്ട് വരുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ അനുവദിക്കത്തില്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അധ്യാത്മരാമായണത്തിൽ ഇങ്ങനെ ഒരു വരിയുണ്ട്. അത് എഴുത്തച്ഛന്റെ വരികളാണ്. ഭോഗങ്ങളോരോ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ വക്കിനി സന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം.
അപ്പൊ ചുട്ടു പഠിപ്പിച്ച ഇരുമ്പിന്റെ പുറത്ത് ഒരു തുള്ളി വെള്ളം വീണ ഷൂന്നൊരു ശബ്ദം കേൾക്കാം. വെള്ളം കാണുകയില്ല. ഇതുപോലെ ആ മനുഷ്യ ജീവിതം ക്ഷമിക്കണം. മൂത്താമ്പാക്കലെ ഉപദേശി ഒരിക്കൽ ഒരു വരി എഴുതി, വണ്ണം പെരുത്താലും മണ്ണിനെരിയത് കണ്ണിന്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. കവടിയാർ കൊട്ടാരത്തിലും മരണം ചെന്നിട്ടുണ്ട്, കൃഷ്ണപുരം കൊട്ടാരത്തിലും മരണം ചെന്നിട്ടുണ്ട്. എല്ലായിടത്തും വിളിക്കാതെ അങ്ങ് ചെല്ലുമ്പോൾ അയ്യോ ഞാൻ വരുന്നില്ല, എനിക്ക് അച്ഛനോട് ചില കാര്യം കൂടെ പറയാനുണ്ട്. അച്ഛാന്ന് വെക്കാൻ അനുവദിക്കുക. അതിലെ നമ്മൾ ചോദിക്കുന്ന കൊച്ചമ്മ എങ്ങനെയാ മരിച്ചത്, ഏതാണ്ട് പറയാനായിട്ട് പിന്നെ തങ്ങമ്മ കയറി അടക്കിയായിരുന്നു. അടച്ചിട്ടും അടഞ്ഞില്ല. പിന്നെ ഒരു തരത്തിന് അക്ഷര ഉരിയാടാൻ അനുവദിക്കത്തില്ല. ഒന്നും വിട്ടാൻ അറസ്റ്റ് ചെയ്തങ്ങ് കൊണ്ടുപോവുക. സ്തോത്രം. മരണം നിന്നെ പിടികൂടും. ധനാഢ്യർ സാധുക്കളായോരും ഡെമ്പോട് വാണീടും, ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം, എല്ലാരും അന്ത്യ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. അപ്പൊ ശ്രദ്ധിക്കുക, സകല ആൾക്കാരും മരണം വഴിയായി കടന്നു പോകണം. മരണം നിന്നെ പിടികൂടും. എല്ലാവരും മരണം വന്ന് പിടികൂടും. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കത്തോലിക്കരാകുന്ന സഹോദരങ്ങള് അവരുടെ ഇടയിലെ വേർപാട് നടക്കുമ്പോൾ ഒരു പാട്ടിടും. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ തെറ്റുകാന്നെ നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് ചൊവ്വനെ അറിയത്തില്ല. അറിയാവുന്ന നിങ്ങളുണ്ടെങ്കിൽ പാടിക്കോണം തിരുത്തി. അപ്പൊ വരി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വരി ഇങ്ങനെ തെറ്റുകാന്നെ ക്ഷമിക്കണം. നിങ്ങൾ പറയരുത് അയാൾക്കൊന്നും അറിയത്തില്ല അതുകൊണ്ടാ പറഞ്ഞ് ക്ഷമിക്കണമെന്ന്. അറിയാവുന്നവര് തിരുത്തി പാടിക്കണം. പാട്ടിന്റെ വരി ഇങ്ങനെ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി. അറിയത്തില്ലേ? കേട്ടിട്ട് പേടിച്ചു പാടാതാണോ? കേട്ടിട്ടില്ലേ? ഒന്നും കേട്ടിട്ടില്ല. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരും. സകല ആൾക്കാരെ വന്ന് പിടികൂടും. ഇന്ന് രാത്രി ഞാൻ ദീർഘമാക്കുന്നില്ല, ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അവൻ 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഞങ്ങൾ ഉപദേശമാരൊക്കെ ചെന്ന് പറയുമ്പോൾ ഇനി ആരുണ്ട് കൈ പൊക്കാൻ, ഇനി ആരുണ്ട്, വേണ്ട കൈയും കാലും ഒന്നും പൊക്കണ്ട. അവിടെ ഇരുന്നുകൊണ്ട് ഹൃദയം താങ്ങുന്ന പ്രാർത്ഥിക്കരുത്. എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം, അവിടുത്തെ മകനാക്കി എന്നെ തീർക്കണം, എന്റെ പാപത്തെ മോചിക്കണം, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആരും പ്രാർത്ഥിക്കും. അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, രക്ഷപ്പെടാൻ ഒറ്റ വഴി, രക്ഷപ്പെടാൻ ഏകവാതിൽ യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരും രക്ഷയില്ല. ഈ ദിവസങ്ങളിൽ ആ രക്ഷ കരസ്ഥമാക്കി വിശ്വസ്തരായി ജീവിക്കുവാൻ എന്നെ കേട്ട ഏവർക്കും ഇടയാക്കട്ടെ, ദേശവാസികൾക്കും ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും എനിക്ക് സമയം അനുവദിച്ച് എന്നെ ശുശ്രൂഷിച്ച് ജനിച്ച കർത്തദാസനും സഭയ്ക്കും സെൻട്രൽ പാസ്റ്റർക്കും ഇവിടെ വേദിയിലും സദസ്സിലുമൊക്കെയുള്ള എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും ഈ സമീപവാസികൾക്കും